31 റജബ് കഴിഞ്ഞു, ശഅബാൻ പകുതിയും കഴിഞ്ഞു. ഈ റമദാൻ വരുമ്പോഴേക്കും ഒരാളോടും ഒരു പടക്കം നഊദു ബില്ലാഹ്. എന്റെ ജ്യേഷ്ഠനോട്, നമ്മുടെ ജ്യേഷ്ഠനോട് നമ്മൾ പടങ്ങുന്നുവെങ്കിൽ ജ്യേഷ്ഠൻ നമ്മുടെ വാപ്പയുടെ സ്ഥാനത്താണ്. ജ്യേഷ്ഠനോട് പടങ്ങിയിട്ടാണോ റമദാൻ വരവേൽക്കുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു പോകും, ജീവിതം തുറഞ്ഞു പോകും, എല്ലാം നശിച്ചു പോകും. ഓരോ വെള്ളിയാഴ്ച രാവിലും ഓരോ മനുഷ്യന്റെ അമലുകളെയും വെളിവാക്കപ്പെടുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം. അവിടെ എങ്ങാനും ചോരകളോട് അല്ലെങ്കിൽ രക്തങ്ങളോട് ഒരു മിനിറ്റ് പടങ്ങിയെന്നവരാണോ ആ അമലുകൾ അവിടെ സ്വീകരിക്കില്ല, നബി തങ്ങളുടെ അരികിലേക്ക് എത്തില്ല. ഖാലിഖായ റബ്ബ് കബൂൽ ചെയ്യുകയുമില്ല, സ്വീകരിക്കുകയുമില്ല. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ ഈ വഅദ് നിർത്തുമ്പോ നമ്മുടെ ചോരകൾ ആരോട് എന്തിനാണ്? ഞാനടക്കം നമ്മൾ പച്ച പാവങ്ങളാണ്. അവസാനത്തെ 10 നമ്മൾ ദുആ ചെയ്യും, ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. പടച്ചവനെ നീ മാപ്പ് കൊടുക്കുന്നവനാ, നീ അഫ്വ് ചെയ്യുന്നവനാ. ഇത് പറഞ്ഞാൽ നമുക്ക് ആരെന്ത് പറഞ്ഞാലും അഫ്വ് ചെയ്തുകൂടെ? ആരെന്ത് പറഞ്ഞാലും ചെയ്താലും നമുക്ക് അഫ്വ് ചെയ്ത് കൊടുത്തുകൂടെ? അല്ലാഹു നമുക്ക് അഫ്വ് ചെയ്യാൻ ദുആ ചെയ്യുന്നില്ലേ? നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് അഫ്വ് ചെയ്ത് കൊടുത്തുകൂടെ? ഒരാളോടൊരു പടക്കല്ല. എന്താണെങ്കിൽ നമ്മൾ പാപങ്ങൾ ശൈത്താൻ പഴപ്പിക്കാൻ വേണ്ടി വരും. സഹോദരങ്ങളെ, നമ്മുടെ രക്തങ്ങളിൽ ആരോടും, പ്രത്യേകിച്ച് ഭാര്യമാരോട് പടങ്ങുന്നത് എല്ലാം നശിച്ചു കളയുന്ന, എല്ലാ നന്മകളും നശിച്ചു കളയുന്ന ഒന്നാണ്.